ഇതിനായിരിക്കുന്ന എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും സാദര പ്രണാമം. ഇന്ന് ഈ നമ്മുടെ പവിത്രമായ മണ്ഡലമാസം ആരംഭിക്കാറായി. ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ സമയത്ത് അയ്യപ്പ ഭക്തന്മാരെ സംബോധന ചെയ്തുകൊണ്ട് ഭഗവാന്റെ മഹാത്മ്യം എങ്ങനെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു പ്രഭാഷണം ചെയ്യാനുള്ള അവസരം തന്ന സ്വാമി അയ്യപ്പൻ സേവാ സംഘത്തിന്റെ ഭാരവാഹികളോട് നന്ദി അറിയിക്കുന്നു. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. എല്ലാവരും അയ്യപ്പ ഭക്തന്മാരാണോ? ഇരിക്കുന്ന എല്ലാവരും? ഞാൻ അയ്യപ്പ ഭക്തനാണെന്ന് പറയാൻ ധൈര്യപൂർവ്വം പറയാൻ പറയാൻ സാധിക്കുന്ന കൈവെക്കും. ഓക്കെ, കുറേശ്ശെ ആയിട്ട് പോകും. ചിലരുടെ ഇത്രയും വെക്കും, ചിലർ ഇത്ര വെക്കിട്ട്. ഇത്ര വെക്കിയവരും മുഴുവൻ ഭക്തരാണ്. ഇത്ര വെക്കിയവർ ആണോ എന്ന് സംശയമുള്ള. ഞാൻ ആരാണ് എന്ന ഈ ചോദ്യം മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയ കാലം മുതലേ ഉള്ളതാണ്. ഞാൻ ആരാണ്? കാരണം അവൻ കാണുന്നതെല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ മാറുന്നില്ല. എൻ്റെ കുട്ടിക്കാലം വന്നു, യൗവനം വന്നു, വാർദ്ധക്യം വന്നു. ഇനി പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അടുത്ത ജന്മത്തിലേക്ക് പോകും എന്നൊക്കെ പറയും. അപ്പൊ അവർ ചോദിക്കും, ഇതൊക്കെ മാറി മറിഞ്ഞു വരുമ്പോഴും ഞാൻ ആരാണ് എന്നൊരു ചോദ്യം എല്ലാവരുടെ ഉള്ളിലുണ്ട്. അപ്പൊ ഞാൻ അയ്യപ്പ ഭക്തനാണ് എന്ന് പറയുമ്പോഴും അതിലും ഞാൻ 3 കാര്യങ്ങളാണ് ആ ഒരു വാക്യത്തിലുള്ളത്. ഞാൻ, അയ്യപ്പൻ, ഭക്തി. ഇത് 3ഉം കൂടി വേണ്ട പോലെ ചേരുമ്പോഴേ ഞാൻ അയ്യപ്പ ഭക്തനാണ് എന്ന് നമുക്ക് ദൃഢമായിട്ട് പറയാൻ പറ്റുക. അല്ലെങ്കിൽ നമ്മൾ ഒരു ശ്വാസം. അങ്ങനെ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ ചോദിക്കേണ്ടത് ഞാൻ ആരാണ് എന്നുള്ളതാണ്. ഈ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന് സാക്ഷിയായിരിക്കുന്ന ഞാൻ. ഭഗവാൻ പറയുന്ന ഭഗവത്ഗീതയില് ദേഹിനോ അസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തര പ്രാപ്തി ധീരാസ്തത്ര മുഖ്യതി എന്ന് പറയുന്നു. ഈ ദേഹത്തിൽ ഇരുന്നു കൊണ്ട് ഇതിന്റെ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം മുതലായവ കാണുന്നു. അത് മറഞ്ഞു പോകുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും ഉണ്ട് എന്നറിയുന്നവനെ ഭഗവാൻ വിളിക്കുന്നു ധീരൻ. ഞാൻ ആരാണ് എന്നറിയുമ്പോൾ ഭഗവാൻ തരുന്ന പദവിയാണ് ധീരൻ എന്ന്. ഈ മാറ്റത്തിൽ പ്രകൃതിയുടെ നിയമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ആള് ഞാൻ എന്ന് മനസ്സിലാക്കും. അതാണ് ഞാൻ, ഇതിന് സാക്ഷിയാണ് ഞാൻ. അതിനെയുള്ള അന്വേഷണം, അതിനുള്ള അവസരമാണ് നമുക്ക് മനുഷ്യ ജന്മമായിട്ട് കിട്ടിയിരിക്കുന്നത് എന്നാണ് ഹൈന്ദവ ശാസ്ത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇന്ന് പലപ്പോഴും ജീവിതത്തിലെ പല ദുർഘടങ്ങളിലും നമ്മൾ തളർന്നു പോകുന്നത് ഞാൻ ആരാണ് എന്നറിയാത്തത് കൊണ്ടാണ്. അങ്ങനെ തളർന്നിരുന്നു പോയ ആളെ നമുക്കൊക്കെ പരിചയമുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അർജുനൻ എന്നായിരുന്നു. പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കാൻ മറന്നുപോയാൽ തൽക്കാല സമയത്ത് അർജുനൻ ആരാണ് എന്ന് മറന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചോദിച്ചത്, ഞാൻ അയ്യപ്പ ഭക്തനാണ് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നവരാരാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഞാൻ എന്നതിന്റെ അന്വേഷണം മുന്നോട്ട് പോയി. എനിക്ക് അരമണിക്കൂർ സമയമാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ വേഗം പറയാം. വളരെ വിസ്തരിച്ചൊരു പ്രഭാഷണത്തിലേക്ക് പോകുന്നില്ല, നമ്മൾ ഓൾറെഡി സമയം ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആരാണ് എന്ന അന്വേഷണത്തിന്റെ അവസാന പരിസമാപ്തി നമ്മൾ എത്തി നിൽക്കുന്നത് ഞാൻ ജീവനാണ്, മാറ്റമില്ലാത്ത ജീവനാണ്. പിന്നീട് നമ്മളുടെ അന്വേഷണം അടുത്ത തലത്തിലേക്ക് നീങ്ങുന്നു. ജീവൻ ആരാണ്? അതിന് ഉത്തരം പറഞ്ഞു ജീവോ ബ്രഹ്മൈവനാപര എന്ന്. ജീവൻ ബ്രഹ്മം തന്നെയാണെന്ന് ശ്രുതികൾ നമുക്ക് പറഞ്ഞു തരുന്നു. അതിനെ സാക്ഷാത്കരിച്ചവര്, ജീവചൈതന്യത്തെ സാക്ഷാത്കരിച്ചവര് ജീവത്വത്തിൽ നിന്നും ബ്രഹ്മത്വത്തിലേക്ക് ഉയർന്ന് ബ്രഹ്മമായി മാറുന്നു. പരബ്രഹ്മം സാക്ഷാത്കരിക്കുന്നു. അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യത്തെ സാക്ഷാത്കരിച്ച് ആനന്ദ സ്വരൂപരായിട്ട് മാറും. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം വരുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഈ പരബ്രഹ്മം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വലിയ പ്രശ്നമാണ്. കാരണം അതിനെ നിർഗുണ നിരാകാരം എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനെ അറിയാൻ ഒരു വിധത്തിലും സാധിക്കില്ല. മനസ്സിനെ കൊണ്ടോ ബുദ്ധിയെ കൊണ്ടോ അറിയാൻ സാധിക്കില്ല. അനുഭൂതി തലത്തിൽ അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഋഷിമാര് നമ്മൾക്കൊരു വിദ്യ പറഞ്ഞു തന്നു. ഈ അറിയാനുള്ളതിനെ, അറിയപ്പെടാത്തതിനെ, എന്നാൽ അറിയാനുള്ളതിനെ, എന്തൊന്നിനെ ലക്ഷ്യമാക്കുന്നുവോ അതിനൊരു രൂപം സങ്കല്പിക്കും.
അപ്പൊ നമുക്ക് മനസ്സവിടെ പിടിച്ചു നിൽക്കാം. മനസ്സിനെവിടെയെങ്കിലും കൊളുത്തിയിടണമെങ്കിൽ ഒന്നുകിൽ ഒരു രൂപം വേണം, ഇല്ലെങ്കിൽ ഒരു നാമം വേണം, ഒരു മണം വേണം, നിറം വേണം, എന്തെങ്കിലും ഒന്ന് വേണം. അപ്പൊ ഇതുകൊണ്ടൊന്നും അറിയപ്പെടാത്ത ഒരു തത്വത്തിനെ അറിയാൻ വേണ്ടി ഋഷിമാര് നമ്മളോട് പറഞ്ഞു, ഒരു രൂപം സങ്കല്പിക്കൂ, ആ രൂപത്തെ ധ്യാനിച്ച് അതുമായിട്ട് ലയിക്കാൻ ശ്രമിക്കൂ, അതെന്താണെന്ന് അറിയാൻ ശ്രമിക്കൂ. ഇങ്ങനെ നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തില്, സനാതന ധർമ്മത്തിൽ ധാരാളം ഈശ്വര രൂപങ്ങൾ ഉണ്ടായി. നമ്മൾ സങ്കല്പിച്ച രൂപങ്ങളാണെല്ലാം ആരാധനയ്ക്ക് വേണ്ടി, മനസ്സിനെ ഏകാഗ്രമാക്കാൻ വേണ്ടി. അങ്ങനെ വിഷ്ണു രൂപം, ശിവരൂപം, ഭഗവതി രൂപം, ഗണപതി രൂപം, ധാരാളം രൂപങ്ങളുണ്ടായി. അപ്പോഴൊരു പ്രശ്നമുണ്ടായി. ഞാൻ വിചാരിക്കുന്നതാണ് ശരി, ഞാൻ വിചാരിക്കുന്നതാണ് ശരി. ഈ വിശ്വാസങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. എല്ലാവർക്കും അവനവന്റെ വിശ്വാസം തന്നെയാണ് വലുത്. അപ്പൊ ഇതിനെല്ലാം പരസ്പരം ഭിന്നമായി പോകുമ്പോൾ ഇതിനെല്ലാം ഒന്നിപ്പിച്ച് ഏകോപിപ്പിച്ച് നിർത്താൻ മറ്റൊരു രൂപത്തിന്റെ ആവശ്യം വന്നു. അപ്പോൾ ഋഷിമാർ നമ്മൾക്കൊരു രൂപം സങ്കല്പിച്ചു തന്നു, ധർമ്മശാസ്ത്രം. അതിനെ നമ്മുടെ മനസ്സ് ഏകാഗ്രമാക്കാനും ഈ തത്വത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടും ഒരു പുരാണ കഥ, ഐതിഹ്യമെല്ലാം പറഞ്ഞു തന്നു. കഥയൊക്കെ എല്ലാവർക്കും അറിയാം, അത് കാരണം ഞാനത് വിശദീകരിച്ച് പറയുന്നില്ല. അപ്പോൾ അവിടെ വൈഷ്ണവ ചൈതന്യവും ശൈവ ചൈതന്യവും ശാക്ത ചൈതന്യവും ഒന്നു തന്നെ എന്ന് പറയാൻ എല്ലാം കൂടി ചേർന്ന് ധർമ്മശാസ്താവിന്റെ രൂപം ഉണ്ടായി. ധർമ്മശാസ്താവ് പരബ്രഹ്മം. പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വ്യത്യസ്തമല്ല, എല്ലാം ഒന്നു തന്നെ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ രൂപം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ ബ്രഹ്മൈവ ഭവതി, അങ്ങനെ ഒരു ശ്രുതിവാക്യമുണ്ട്. ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മം തന്നെയായി മാറുന്നു. അങ്ങനെ ധർമ്മശാസ്താവിനെ സാക്ഷാത്കരിച്ച സാധകൻ അയ്യപ്പസ്വാമി. അതുകൊണ്ട് അയ്യപ്പസ്വാമിയും ധർമ്മശാസ്താവും നമ്മൾ ഒരുമിച്ച് പറയും, ഒന്നു തന്നെയാണ് എന്ന് പറയും. ഇപ്പൊ രണ്ടാമത്തെ കാര്യം നമുക്ക് മനസ്സിലായി. എൻ്റെ ഉപാസ്യ ദേവതയായ അയ്യപ്പസ്വാമിയും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ്? എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അന്തര്യാമിയായിരിക്കുന്ന ചൈതന്യമാണ് അയ്യപ്പസ്വാമി. അതാണ് ഞാനും അയ്യപ്പസ്വാമിയും തമ്മിലുള്ള ബന്ധം. മൂന്നാമത്തെ വിഷയം ഭക്തി. അല്ല, ഞാൻ അയ്യപ്പ ഭക്തനാണ് ഇതെന്നർത്ഥം. അപ്പൊ ഞാൻ എന്താണെന്നും അയ്യപ്പൻ എന്താണെന്നും നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഭക്തി എന്താണ് എന്നുള്ളതാണ് അടുത്തത്. എന്താണ് ഭക്തി? സാധാരണ രീതിയിൽ നമ്മൾ ഭക്തിയെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് രാവിലെ എണീറ്റ് കുളിച്ച് കുറി തൊട്ട് അമ്പലത്തിലൊക്കെ പോയി വന്ന് ഒരു 2 നാമം ചൊല്ലിക്കഴിഞ്ഞാൽ ഭക്തനായി എന്നുള്ളതാണ്. അത് ഭക്തിയുടെ ആരംഭമാണ്. പലപ്പോഴും, പ്രത്യേകിച്ച് ഇപ്പം സാർ പറയായിരുന്നു, പലപ്പോഴും നമ്മൾക്ക് ഭക്തനാണെന്ന് പറയാൻ വലിയ മടിയാണ്. ഭക്തി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് ജീവിതത്തിനോട് ഭക്തി വേണം, എന്നാലും ജീവിതം മുന്നോട്ട് പോകുള്ളൂ. അത് ഈശ്വരന്റെ രൂപങ്ങളിലേക്കാവുമ്പോൾ ഈശ്വര ഭക്തനായി, രാഷ്ട്രീയ പാർട്ടിയോടാകുമ്പോൾ രാഷ്ട്രീയ ഭക്തനായി. അങ്ങനെ ഭക്തി ഇല്ലാതെ ഒന്നിനും ജീവിക്കാൻ പറ്റില്ല. കുടുംബത്തിനോടാകുമ്പോൾ കുടുംബ ഭക്തി. അങ്ങനെയുണ്ടല്ലോ ആൾക്കാർ. കുടുംബത്തിനോട് ഭക്തി ഉണ്ടെങ്കിൽ കുടുംബം നോക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അയാൾ വേറെ വഴിക്ക് പോകും. അപ്പൊ ഈ ഭക്തി എന്നുള്ളത് നമ്മുടെ മനസ്സിന്റെ ഏകീകൃതമായിട്ടുള്ള ഊർജത്തിനെ ഏത് ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കണം, ഇതാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഭക്തി. ഈശ്വര ഭക്തി. ഞാൻ എൻ്റെ ഉപാസ്യമൂർത്തിയുമായിട്ട് ചേരാനുള്ള ശ്രമമാണ് ഭക്തി. എന്തിനാണ് ഞാൻ അതിന് ചേരുന്നത്? എങ്കിലേ എനിക്ക് ആനന്ദം ഉണ്ടാവുകയുള്ളൂ. ആനന്ദം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉള്ളതാണ്. അത് നേടിയെടുക്കാനുള്ളതല്ല, പക്ഷേ അതിനൊരു മറവ് സംഭവിച്ചിരിക്കുന്നു. ആത്മവിസ്മൃതി എന്ന് പറയും. അത് കാരണം നമ്മൾ യഥാർത്ഥത്തിൽ ആനന്ദ സ്വരൂപമായിരിക്കുന്ന നമ്മൾ ആനന്ദം അനുഭവിക്കാൻ സാധിക്കാതെ സുഖിച്ചും ദുഃഖിച്ചും അങ്ങനെ ജീവിതം തീർന്നു പോകും. അപ്പോൾ ഈ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. നമ്മൾ മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നതിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് ഈ ജീവിതം എത്തണമെങ്കിൽ അതിന് വേണ്ടതായ പ്രവർത്തനങ്ങൾ വേണം. ആ കർമ്മങ്ങളെയാണ് നമ്മൾ ഭക്തി എന്ന് പറയുന്നത്. അതിൻ്റെ തുടക്കമാണ് അമ്പലത്തിൽ പോകലും പ്രാർത്ഥിക്കലും പിന്നെ ഈ സ്വാധ്യായം ചെയ്യലുമെല്ലാം. ഈ ഭക്തിയെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം, അപ്പോഴേ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. പലപ്പോഴും ജീവിതത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത സമയത്ത് എന്തെങ്കിലും ട്രാജഡി ഒക്കെ എടുത്തിടും, ട്വിസ്റ്റ് ചെയ്ത്. ആ സമയത്ത് ലൈഫ് പിടിച്ചു നിൽക്കണമെങ്കിൽ ഞാൻ ആരാണ്, എൻ്റെ ഉള്ളിലെ ശക്തി എന്താണ്, ഈ ശക്തി ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ സാധിക്കുമെന്ന് ബോധ്യമാണ്. അതിന് നമ്മൾ പറയും ഞാൻ ഭക്തി പ്രയോഗത്തിൽ വരുത്തി. അപ്പോഴേ ഭക്തി പ്രയോഗത്തിലാവുന്നുള്ളൂ. ഭക്തി എന്ന് പറഞ്ഞാൽ സ്വാമി വിവേകാനന്ദൻ പറയുന്നു, ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മുന്നിൽ പോയി യാചിക്കലല്ല, ഭഗവാനോട് ഡിമാൻഡ് ചെയ്യലാണ്.
നിങ്ങളൊക്കെ ഭഗവാന്റെ കുട്ടികളാണ്. അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്ന പോലെ എനിക്ക് താ എന്ന് പറയാൻ സാധിക്കണം അധികാരത്തോടു കൂടി. നമുക്കൊക്കെ പറഞ്ഞു തന്നിരിക്കുന്ന ഭക്തി പോയിട്ട് യാചിക്കാനുള്ള ഭക്തിയാണ്. യാചന ഒരിക്കലും ഭക്തിയല്ല. ഭക്തിയുള്ളിടത്ത് യാചനയില്ല. ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനുമായിട്ട് ചേരാനുള്ള പ്രേമഭാവനയാണ്. നമുക്ക് എന്ത് വേണോ എന്ത് വേണ്ടയോ ഇതെല്ലാം ഭഗവാൻ അറിയാം. വേണ്ട പോലെ ചിന്തിച്ച് ഭഗവാൻ ചെയ്തു തരും. ഇതൊക്കെയാണ് നമ്മൾ ഭക്തിയിൽ മനസ്സിലാക്കാനുള്ളത്. ഈ ഭക്തി പലപ്പോഴും എല്ലാവരും ചോദിക്കും. ഇപ്പം സാറ് പറയുന്നുണ്ടായിരുന്നു കുട്ടികളോടൊക്കെ അത് പറയുമ്പോൾ വലിയ പ്രശ്നമാവുന്ന ആൾക്കാർക്കൊക്കെ വലിയ പ്രശ്നം, എന്തിനാ ഭക്തി എന്നുള്ളത്. ശരിക്കും ഭക്തിയുടെ ലക്ഷണം പറഞ്ഞിരിക്കുന്നത് അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണ ഏവച നിർമ്മമോ നിരഹങ്കാര സമസുഖ സമദുഃഖ സുഖക്ഷമി. ഇതാണ് ഭക്തന്റെ ലക്ഷണമായിട്ട് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. സർവഭൂതങ്ങളെയും അവരോടൊന്നും ഒരു വിരോധവും ഇല്ലാതിരിക്കുക. എപ്പോഴാ വിരോധം ഇല്ലാതിരിക്കുക? അത് ഞാൻ തന്നെ എന്നറിയുമ്പോൾ എനിക്ക് എൻ്റെ കയ്യിലോട് ഒരു വിരോധവും ഇല്ല. കാരണം എന്താണ്? ഇതെന്റെ ഭാഗമാണ്. അതേസമയം അന്യമായിട്ടുള്ള ഒരാളോട് എനിക്ക് വിരോധം തോന്നാം, അതിൽ ഞാനില്ല. അപ്പൊ എനിക്ക് ഈ പ്രപഞ്ചത്തിനോട് മുഴുവൻ വിരോധം തോന്നാതിരിക്കണമെങ്കിൽ ഞാൻ പ്രപഞ്ചമായിട്ട് മാറണം. ആ പ്രപഞ്ച ചൈതന്യവുമായിട്ടുള്ള താതാത്മ്യം നമ്മളിപ്പോൾ ധ്യാനിച്ചതുപോലെ അതുള്ളവനാണ് ഭക്തൻ. ആ തലത്തിലേക്ക് ഉയരുമ്പോൾ മാത്രമേ നമ്മൾ സുഖം ദുഃഖം എന്ന മനസ്സിന്റെയും ബുദ്ധിയുടെയും തലം വിട്ട് ഉയരുന്നുള്ളൂ. ഇതാണ് നമ്മൾക്ക് ഭക്തി കൊണ്ടുണ്ടാവുന്ന ഗുണം. ഇതിനൊരു വാക്ക് പറയും, സംസാരമുക്തി എന്ന്. സംസാരമുക്തി. എല്ലാവരും ചോദിക്കുന്നത് എന്താ ഈ സംഭവം? സംസാരം ഞങ്ങളെല്ലാവരും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംസാരമുക്തി എന്ന് പറഞ്ഞാൽ ഈ വ്യവഹാര ജീവിതത്തിനെ, നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ജീവിതത്തിനെ നോക്കി കാണാനുള്ള കഴിവുണ്ടാവും. ഒരു സ്ക്രീനിൽ സിനിമ കാണുന്നത് പോലെ ഞാൻ എൻ്റെ ജീവിതം കടന്നു പോകുന്നത് കാണുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു നദിക്കരയിൽ നിന്ന് പ്രവാഹം കാണുന്നത് പോലെ. ഇപ്പോൾ നമ്മൾ 2 മിനിറ്റ് നേരത്തേക്ക് പ്രവാഹത്തിനെ മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ ജീവിതം വന്നു നിന്ന് പോകുന്നു. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ കാക്ക പാറി വന്നു, പാറപ്പുറത്തിരുന്നു, കാക്ക പാറിപ്പോയി, പാറ ബാക്കിയായി. ഇതാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു. ഈ കാക്കയാണ് നമ്മുടെ അനുഭവങ്ങൾ. അത് വന്നു നിന്ന് പാറിപ്പോയി. പാറ എപ്പോഴും ഉണ്ട്, ഞാനാകുന്നു. എന്നിലൊരു അനുഭവം വന്നു, കുറച്ചു നേരം നിന്ന് പോയി. എല്ലാവരുടെ ജീവിതം ഇതാണ്. നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ഡെത്ത് എന്നാ നമുക്ക് അറിയില്ല. ഈ 2 ഡേറ്റിന്റെ ഇടയ്ക്ക് എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ ഇത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. കുറെ അനുഭവങ്ങൾ വന്നു നിന്ന് പോയി, ഞാൻ കണ്ടുകൊണ്ടിരുന്നു. ഇങ്ങനെ മാറി നിന്ന് കാണാൻ കഴിയുമ്പോൾ നമ്മൾ പറയും സംസാരമുക്തി. ഇതാണ് നമ്മുടെ ഭക്തിയുടെ ലക്ഷ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ സംസാരമുക്തി എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് ജീവിതം. ഈ ജീവിതയാത്രയെ പ്രതിനിധാനം ചെയ്യുന്നു, സിംബോളിക്കലായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു ശബരിമല തീർത്ഥാടനം. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. ശബരിമല തീർത്ഥാടനം എന്താണ് എന്നുള്ളത് പലർക്കും അറിയില്ല, ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഈ സംസാരമുക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിന്റെയും ബുദ്ധിയുടെയും ദേഹത്തിന്റെയും തലത്തിലുള്ള അനുഭവങ്ങളെ നോക്കിക്കാണണം എന്നുള്ളതാണ് പറഞ്ഞു തന്നത്. ഇതിന് 2 വിധത്തിലുള്ള വഴികളുണ്ട്, മാർഗങ്ങളുണ്ട്. ഒന്ന് ആരാധനയാണ്, ഒന്ന് ഉപാസനയാണ്. ആരാധന എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പൂജയായി, പ്രാർത്ഥനയായി, വ്രതമെടുക്കലായി, തീർത്ഥയാത്രയായി എല്ലാം. ഇതൊക്കെ ആരാധനയായി. ഇത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ചിത്തശുദ്ധി, നമ്മളുടെ ഉള്ളിൽ ശുദ്ധി ഉണ്ടാവാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഈശ്വരൻ എന്താണ് എന്ന് അന്വേഷിക്കണം. അതുവരെ ഈശ്വരൻ ആരാണ് എന്നായിരുന്നു അന്വേഷണം. ഈശ്വരൻ എന്താണ് എന്ന് അന്വേഷിക്കാൻ തുടങ്ങും. ഒരിക്കൽ പരശുരാമൻ ദത്താത്രേയ മഹർഷിയുടെ അടുത്ത് പോയിട്ട് ചോദിച്ചത്, എനിക്ക് ആത്മോപദേശം പറഞ്ഞത് കഥാരൂപത്തിലാണ് ഋഷിമാരെപ്പോഴും നമുക്ക് പറഞ്ഞു തരും. അപ്പൊ ഇനി കഥയിൽ ചോദ്യമില്ല, അതുകൊണ്ട് പരശുരാമൻ അവതാരം എന്തിനെ പോയി ചോദിച്ചൊന്നും ചോദിക്കരുത്. നമുക്ക് മോറൽ ഓഫ് ദ സ്റ്റോറി അതേ നോക്കാനുള്ളൂ. അപ്പൊ പരശുരാമൻ പോയി ചോദിച്ചു, ആത്മോപദേശം പറഞ്ഞു തരും. അപ്പം ഋഷി പറഞ്ഞു കൊടുത്തു, ഒരു കാര്യം ചെയ്യൂ, ത്രിപുര സുന്ദരിയെ പോയിട്ട് ആരാധിക്കൂ, പൂജിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ പരശുരാമൻ പൂജിച്ചു. 12 കൊല്ലം നിരന്തരമായ പൂജയും ജപവും ധ്യാനവും ഒക്കെയായി, ആരാധനകളായി ഒന്നും നടത്തുന്നില്ല. പരശുരാമനല്ല, എത്ര കാലം പിടിച്ചു നിൽക്കും? അവിടെ പോയിട്ട് ഒരു ദിവസം ഗുരുനാഥന്റെ അടുത്ത് ചോദിച്ചു, 12 കൊല്ലത്തോളമായി ഞാൻ പൂജിച്ച് നടക്കണം, ആരായി ത്രിപുര സുന്ദരി? അപ്പം ഋഷി പറഞ്ഞു, ഇപ്പോഴാണ് നീ ലൈനിൽ. ഇത്രയും 12 വർഷം നീ ആരാധിച്ചത് കൊണ്ടാണ് ദൈവം ആരാണ് എന്ന് അന്വേഷിക്കാനുള്ള ബുദ്ധി നിനക്കുണ്ടായത്. അതുവരെ യെസ് സർ പറയണം. അതാണ് നമ്മൾ. അവിടെയല്ല ഭക്തി. ഭക്തി ആത്മ അന്വേഷണമാണ്.
ഞാൻ ആരെയാണ് ലക്ഷ്യമാക്കുന്നത് എന്ന് നമ്മൾ അന്വേഷിച്ച് ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങണം. അപ്പോഴേ ഭക്തിയുള്ളൂ. അപ്പോൾ നമ്മൾ ആരാധന ഉപാസനയായിട്ട് മാറും. ഉപാസന വാക്കൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നിരന്തരമായ ഈശ്വര ധ്യാനം. അപ്പൊ ചോദിക്കാം, അപ്പൊ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഭാര്യയും കുഞ്ഞുകുട്ടി പരാധീനങ്ങളൊക്കെ ഇല്ല, അവരുടെ കാര്യം എന്ത് ചെയ്യും? അവർ നോക്കലാണ് ഈശ്വരാരാധന. ധ്യാനാത്മകമായ ജീവിതം. ഒരിക്കലും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ഒരു ദൈവവും പറഞ്ഞിട്ടില്ല. നമ്മളൊക്കെ കണ്ടില്ലേ ചിന്താവിഷ്ടയായ ശ്യാമള സിനിമ, ശ്രീനിവാസൻ ശബരിമലയ്ക്ക് പോയൊരു സിനിമയുണ്ട്. അവനെ ഉത്തരവാദിത്തത്തൊക്കെ ഒളിച്ചോടും. കളിയാക്കിയിട്ടാണ് പറഞ്ഞെങ്കിലും ഭഗവാൻ എപ്പോഴും പറഞ്ഞു തന്നിരിക്കുന്നത് നമുക്ക് എപ്പോഴും തസ്മാ സർവേഷു കാലേഷു മാം അനുസ്മരയുദ്ധ്യജ, അങ്ങനെ പറഞ്ഞു. എപ്പോഴും സദാസമയം എന്നെ ഓർമ്മിച്ചുകൊണ്ട് യുദ്ധം ചെയ്യും. യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞാൽ നമുക്ക് വന്നു ചേർന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, നിത്യനൈമിത്തിക കർമ്മങ്ങളെ ഏറ്റെടുത്ത് പൂർത്തിയാക്കും. ഇതാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഭക്തി ഒരിക്കലും ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള രക്ഷപ്പെടലല്ല, കുടുംബത്തിനെ മാറ്റി നിർത്തലല്ല. അങ്ങനെ ആരെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം. ഒരു ഭർത്താവിന് നല്ല ഭർത്താവാകണമെങ്കിൽ ഭക്തിയാണ് നല്ലത്. അതുപോലെ ഭാര്യയ്ക്ക്, കുടുംബത്തിൽ, കുട്ടികൾക്ക് ഒരു പരസ്പര ഐക്യം വരണമെങ്കിൽ ഞാൻ എൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഡഡ് പാർട്ടായിട്ട് എൻ്റെ കുടുംബത്തിനെ കാണുന്നു. അവിടെ പിന്നെ വ്യക്തി വിരോധങ്ങൾ ഉണ്ടാവില്ല. കുടുംബത്തിൽ നിന്ന് നമ്മൾ തുടങ്ങാം. പിന്നെ അത് സമൂഹത്തിലേക്ക് വളർന്നു വളർന്നു വരും. അതൊക്കെ ഋഷിമാരെ നമുക്ക് വിധി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ ഉപാസനയിലൂടെ വന്ന് മനസ്സ് ഏകാഗ്രമായി, ധ്യാന രൂപത്തിൽ ഏകാഗ്രമായി, അവസാനം നമ്മൾ ബോധം ധ്യാന രൂപത്തിൽ ലയിക്കുന്ന സമയത്ത് നമ്മൾ പറയും സാക്ഷാത്കാരമാണ്. ധ്യാനമൂർത്തിയുമായി ഒന്നായി. പിന്നെ ഞാൻ എന്ന അഹങ്കാരം ഇല്ല. ഇപ്പം ഞാനാണ് ധ്യാനിക്കുന്നെങ്കിൽ ഞാൻ ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിത്വം മാറി അഹം ബ്രഹ്മാസ്മി ആ അവസ്ഥയിലേക്ക് എത്തും. പിന്നീട് ആ വ്യക്തിയിലൂടെ പ്രകടമാകുന്നതൊക്കെ ഈശ്വരീയ ശക്തിയാണ്. അവരുടെ സകല കർമ്മങ്ങളും ഈശ്വരീയമായ കർമ്മങ്ങളായിരിക്കും. അങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ അവതാരങ്ങൾ എന്ന് പറയുന്നത്. അവർ കാലാകാലം ഭൂമിയിലുണ്ട്. അത് ഈ തത്വങ്ങൾ അറിയുന്നവർ അവരുടെ അടുത്ത് എത്തിപ്പെട്ടു അവിടെ നിൽക്കും. അവർ പറയുന്ന മാർഗത്തിലൂടെ നടക്കും. അല്ലാത്തവർ അവരെ മാറ്റി നിർത്തും. ഈശ്വര രൂപങ്ങളെ നിർത്തിയിട്ട് ആൾ രൂപങ്ങളാണ്, എന്താണ് പറയാ, ആൾ ദൈവങ്ങളാണ് എന്ന് പരിഹസിച്ചുകൊണ്ട് നടക്കും. അവർ ശാസ്ത്രം പഠിക്കാത്തതിന്റെ പ്രശ്നമാണ്. അവർക്ക് അത്രേ ആയിട്ടുള്ളൂ. എല്ലാവരും ഇതേ യാത്രയിൽ തന്നെയാണ്. ഓരോരുത്തർ ഓരോ സ്റ്റോപ്പിലാണ്. ആരാണ് സീനിയർ ജൂനിയർ ഒന്നും ഇവിടെ ഇല്ല. ദൈവത്തിന്റെ കയ്യിലാണ് കാര്യങ്ങളൊക്കെ വിട്ടുകൊടുക്കുക. എനിക്ക് ഞാനും ദൈവവുമായിട്ടുള്ള അകൽച്ച കുറഞ്ഞു വരുന്നുണ്ടോ? ഇത് മാത്രമേ നോക്കാനുള്ളൂ. ഇതിന് പറയുന്ന പേരാണ് ഭക്തി. അങ്ങനെ ഭക്തിയിൽ ഉറച്ചിരിക്കുന്ന ഒരാളിൽ നിന്നും വരുന്നതെല്ലാം ഈശ്വരീയമായ കർമ്മങ്ങളായിരിക്കും. സമൂഹത്തിന് നന്മ നൽകുന്ന കർമ്മങ്ങളായിരിക്കും. സ്വാഭാവികമായിട്ട് അതേ വരുള്ളൂ. എൻ്റെ ഉള്ളിലുള്ളത് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ എൻ്റെ ഉള്ളിൽ നന്മകൾ മാത്രമുണ്ടെങ്കിൽ നന്മകളെ വരുള്ളൂ. തിന്മകളാണെങ്കിൽ കർമ്മത്തിൽ അത് പ്രതിഫലിക്കും. ഓരോ വ്യക്തിയും അങ്ങനെയാണ്. നമ്മൾ ഏതൊന്നിലാണോ മനസ്സ് ഏകാഗ്രമായിരിക്കുന്നത് അതാണ് പുറത്തു വരിക. ഭഗവത്ഗീത പറഞ്ഞു, ആരെങ്ങനെ ഭാവന ചെയ്യുന്നുവോ ആ വ്യക്തി അങ്ങനെയായി മാറുന്നു. ഇതാണ് ഭഗവാന്റെ വാക്ക്. അപ്പൊ ഇവിടെ ഈ ഭക്തിയെ സമൂഹത്തിന് നന്മയാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഭഗവാൻ പറഞ്ഞു തരുന്നു. കാരണം സർവ്വഭൂതങ്ങളോടും വിരോധമില്ലാതിരിക്കും. ഭൂതം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണാടി നോക്കിയാൽ കാണുന്ന രൂപമല്ല പറഞ്ഞത്, ഭവിച്ചത്, ഉണ്ടായത്. അതാണ് ഭൂതം എന്ന് പറഞ്ഞത്. ഈ സൃഷ്ടിയിലെ സകലതിനെയും അവനവനായിട്ട് കാണാനുള്ള കാഴ്ചപ്പാട്, ആ അറിവുണ്ടാവണം. ഇതാണ് ഭഗവാൻ ഭക്തി എന്നുള്ളത്. ഈ ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. ആമുഖമായിട്ട് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു. ഇന്നത്തെ ചർച്ചാ വിഷയം ഭക്തിയെ പ്രവൃത്തിയിലേക്ക് മാറ്റുന്നത് എങ്ങനെ, ഭക്തിയെ ലോക നന്മയ്ക്കായിട്ട് മാറ്റുന്നത് എങ്ങനെ. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ തീർത്ഥയാത്രകൾ എന്തിനൊക്കെയാണ് എന്ന് മനസ്സിലാക്കലാണ്. തീർത്ഥയാത്ര ഇന്നിപ്പോൾ നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നുണ്ട്. ഇല്ല, ഇരുമുടി കെട്ടും കെട്ടി നമ്മൾ തലയിൽ വെച്ചിട്ട് ശബരിമലയ്ക്ക് പോകുമ്പം സ്വാമിക്ക് ശരണം വിളിച്ചുകൊണ്ടൊക്കെ പോകും. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഗുരുസ്വാമിയോട് ചോദിക്കണം, ഈ ഇരുമുടി കെട്ട് എന്തിനാണ് രണ്ട് പാർട്ടായിട്ട് വെച്ചിരിക്കുന്നത്? ഒരു കിഴി കെട്ടി തലയിൽ വെച്ച് അങ്ങോട്ട് പോയാൽ പോരെ. ഈ കെട്ട് മുൻകെട്ടും പിൻകെട്ടും ഉണ്ട്. പിന്നിലെ കെട്ട് നമ്മൾ വഴിയിൽ ഉപയോഗിക്കാനുള്ള സാധനങ്ങളൊക്കെയാണ്. അത് വലിപ്പം കൂടുതലാണ്. പക്ഷേ യാത്ര മുന്നോട്ട് പുരോഗമിക്കും തോറും ആ കെട്ട് കുറഞ്ഞു കുറഞ്ഞു വരും. അതിൽ സാധനങ്ങൾ എടുക്കും. മുന്നിലെ കെട്ട് അവിടെ ഉണ്ടാവും. ഇത് നമ്മുടെ പ്രാരബ്ധമാണ്, കർമ്മവാസനകൾ. ഇത് 18 പടി കയറി മുകളിലെത്തി ഭഗവാന്റെ അടുത്തെത്തി നെയ്ത്തേങ്ങ കൊടുക്കണം. നെയ്ത്തേങ്ങ അഹങ്കാരമാണ്. അതിനകത്ത് നെയ്യ് നമ്മുടെ ചൈതന്യം. ഈ അഹങ്കാരത്തിലിരിക്കുന്ന ജീവചൈതന്യത്തിനെ ഭഗവത് ചൈതന്യത്തിൽ ലയിപ്പിക്കണം. നെയ്യ് അഭിഷേകം. അങ്ങനെ ഭഗവത് ചൈതന്യത്തിൽ ലയിച്ച അഹങ്കാരം അത് പ്രസാദമാണ്. പിന്നെ
പ്രസാദമാണ് നമുക്ക് ജീവിതത്തിനെ പ്രസാദ ബുദ്ധിയോടെ സ്വീകരിക്കാനുള്ള കഴിവ് തരുന്നത്. ഇതൊക്കെ താത്വികമായിട്ട് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ഇത് നമ്മളൊരു ഫോർമാലിറ്റി ആയിട്ട് ചെയ്തു പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ? സ്വാമിയെ കാണാൻ. അറിയില്ലേ? സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. എപ്പോൾ കിട്ടും? ഇപ്പോൾ കിട്ടും. എവിടെ കിട്ടും? ഇവിടെ കിട്ടും. ഇവിടെ കിട്ടും അങ്ങോട്ട് പോകുന്നത്. നമ്മളുടെ വാക്കും പ്രവൃത്തിയും കൂടി ചേരുന്നില്ല. ഒരു മുദ്രാവാക്യം വിളിച്ചു പോകുന്ന പോലെ പോകുന്നത്. ഞാൻ എന്താണോ പറയുന്നത് എൻ്റെ ജീവിതവുമായിട്ട് അതിന്റെ ബന്ധം എന്താണ്? ഒരു പ്രൊജക്ട് ചെയ്യുന്നത് പോലെ ആയി പോകരുത് ശബരിമല തീർത്ഥയാത്ര. അതിന്റെ ഓരോ സ്റ്റെപ്പിലും നമ്മളുടെ മനുഷ്യ ജീവിതത്തിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. 18 പടികൾ തൊട്ട് കയറണം എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഭക്തി സംസാര മുക്തിക്ക് വേണ്ടിയിട്ടാണെന്ന്. ഈ 18 പടികളുടെ തത്വം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഈ സംസാരത്തിൽ ജീവിക്കുമ്പോൾ, ഈ വ്യവഹാര ജീവിതത്തിൽ ജീവിക്കുമ്പോൾ വിഷയങ്ങളായിട്ടാണ് നമ്മൾ ഇടപെടുന്നത്. വിഷയങ്ങളും ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും അഹങ്കാരം, ഇതാണ്. അപ്പൊ ഈ വിഷയങ്ങളായിട്ട് വരുന്ന കാര്യങ്ങൾ, അതുമായിട്ട് നമ്മൾ ഇടപെടുന്നത് ഇന്ദ്രിയങ്ങളിലൂടെയാണ്. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, അനുഭവങ്ങളുടെ സൂക്ഷ്മതലങ്ങൾ 5 തന്മാത്രകൾ, അതിന്റെ ഉത്ഭവസ്ഥാനം 5 ഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങൾ. ഇപ്പോൾ 5 ഇന്ദ്രിയങ്ങളും തന്മാത്രകളും പഞ്ചഭൂതങ്ങളും 15 തത്വമായി. ഓരോ സ്റ്റെപ്പും കയറുമ്പോൾ ഞാൻ 18 പടിയും തൊട്ട് തൊഴുതു എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഞാൻ ഓരോ തലവും അതിക്രമിച്ചു. എൻ്റെ അഹങ്കാരത്തിന്റെ ഓരോ സ്റ്റെപ്പും ഞാൻ കയറി കയറി അതിനെ ഇല്ലാണ്ടേക്ക് ചവിട്ടി അതിനപ്പുറത്തേക്ക് പോകുന്നത്. ഇത് ഓർമ്മ വരണം. അത് കഴിഞ്ഞ 15 പടിയും കഴിഞ്ഞ 16ാമത്തെ പടി മനസ്സാണ്. എല്ലാ അനുഭവങ്ങളെയും ഒന്നിപ്പിക്കുന്ന മനസ്സുണ്ടെങ്കിലേ നമ്മൾക്ക് അനുഭവങ്ങൾ അറിയുള്ളൂ. അത് കഴിഞ്ഞാൽ ബുദ്ധി, ഞാൻ എന്തിനെ കാണുന്നു, എന്തിനെ അറിയുന്ന ബുദ്ധി. 17 ഇതിനെ എല്ലാം ഞാൻ അറിയുന്നു എന്ന തലത്തിൽ നമ്മളിലേക്ക് എത്തിക്കുന്ന അഹങ്കാരം. ഞാൻ ചേർന്നാലേ നമുക്ക് അനുഭവങ്ങളുള്ളൂ. ഞാൻ ഇല്ലാത്ത സമയത്ത് അനുഭവങ്ങളില്ല. നല്ല ഉറക്കത്തിൽ ആർക്കും ഒരു അനുഭവമില്ല. അന്നേരം ഞാൻ ഇല്ല. അനുഭവങ്ങൾ ഒന്നുമില്ല എന്നൊരു അനുഭവം, അത് ഈ ഞാനല്ല, അത് സാക്ഷാൽ ഞാൻ, ബ്രഹ്മം, തുരീയം എന്ന് പറയും. നമ്മളുടെ ഉറക്കം, സ്വപ്നം, ഉണർന്നിരിക്കുന്ന ഈ 3 അവസ്ഥയും നമുക്ക് ഓർക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ 3 അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന അവസ്ഥാത്രയം എന്ന് പറയും. അവസ്ഥാത്രയങ്ങൾക്ക് സാക്ഷിയായിരിക്കുന്ന പരമാത്മാവ് അകത്താണ്. നമ്മുടെ നിത്യജീവിതമാണിത്. നമ്മളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ഓർമ്മപ്പെടുത്തലാണ് 18ാം പടി കയറി. 18 പടി കയറി കഴിയുമ്പോൾ, അഹങ്കാരത്തിന് കഴിയുമ്പോൾ തത്വമസി, ഭഗവാൻ പറഞ്ഞത് തത്വമസി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തത്വം അസി, തത് ബ്രഹ്മത്തിനെ കുറിച്ചാണ് പറയുന്നത്. ത്വം വളരെ വിസ്തരിച്ച് പറയുന്ന മഹാവാക്യമാണ് തത്വമസി. ഞാൻ ചുരുക്കി പറയാം. ത്വം നീ ജീവൻ, അസി ആകുന്നു, ജീവൻ ബ്രഹ്മമാകുന്നു. നമ്മളോട് പറഞ്ഞിരുന്നു ആര്? അയ്യപ്പസ്വാമി. അവിടെ ധർമ്മശാസ്താവിരിക്കുന്നു. ധർമ്മശാസ്താവിന്റെ കയ്യില് ജ്ഞാനമുദ്ര കാണും, ഉപദേശമുദ്ര, ചിന്മുദ്ര എന്ന് പറയും. ഇപ്പൊ കുട്ടികളൊക്കെ ചോദിക്കും എന്തിനാ അയ്യപ്പസ്വാമി ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്? അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണം, ദേഹം, മനസ്സ്, ബുദ്ധി ഇതിനെ ജീവൻ എന്ന അഹങ്കാരത്തിൽ നിന്ന് മാറ്റണം. എന്നിട്ട് ഈ ജീവനെ പരമാത്മാവുമായിട്ട് ബന്ധിപ്പിക്കണം. ഇതാണ് ചിന്മുദ്രയുടെ രഹസ്യം, ഉപദേശമുദ്ര. ഇത് ഗുരുസ്ഥാനത്തിരിക്കുന്നവരെ പറയുള്ളൂ. ഇത് അറിയാനാണ് നമ്മൾ പോകുന്നത് അവിടെ. ഈ തത്വം പറഞ്ഞു കൊടുത്താലാണ് ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദ സ്വാമിക്ക് പറഞ്ഞു കൊടുത്താണത്. വിവേകാനന്ദ സ്വാമിയെ കുറിച്ച് നമുക്കൊക്കെ അറിയാം. പക്ഷെ വിവേകാനന്ദ സ്വാമി ജ്ഞാനമുദ്രയുടെ അർത്ഥം അന്വേഷിച്ച് നടന്ന് അവസാനം ചട്ടമ്പി സ്വാമിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇതാണ് സംഭവം. നമ്മളൊക്കെ ആ നാട്ടിൽ നിന്നും ചട്ടമ്പി സ്വാമിയുടെ നാട്ടിലെ ആൾക്കാരാണ് നമ്മൾ. നമുക്ക് ഇങ്ങനെ ഒരു വലിയ പാരമ്പര്യമുണ്ട്. ഈ ലോകത്തിന് എന്നൊക്കെ താത്വികമായിട്ട് ചിന്തയിലൂടെ നയിച്ചിട്ടുണ്ടോ കേരളക്കരയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ നമുക്ക് ആ വഴിക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്, നമുക്ക് മടിയാണ്. അയ്യേ അങ്ങോട്ട് പോകും. കാരണം നമ്മൾ ഈ വിധത്തിൽ ഭക്തിയെ മനസ്സിലാക്കിയിട്ടില്ല. അവിടെയാണ് നമ്മുടെ പ്രശ്നം. ഈ തലത്തിൽ എത്തിക്കഴിഞ്ഞ ഒരാളുടെ ഉള്ളിൽ നിന്നും പിന്നീട് വരുന്നതെല്ലാം ദൈവികമായ കർമ്മങ്ങൾ മാത്രമാണ്. അതിനും 2 വിധത്തിൽ നമ്മൾ നോക്കി കാണാനുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്? 2 കാര്യങ്ങളാണ് നോക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നത്? ഒരുപാട് അയ്യപ്പ സംഘങ്ങളുണ്ട്. ഞാൻ ആരെയും കുറ്റം പറഞ്ഞു തോന്നരുത് കേട്ടോ. അത് വളരെ കാലമായിട്ട് ഞാൻ എവിടെയൊക്കെ പ്രഭാഷണത്തിൽ കൊണ്ട് അവരോടൊക്കെ ഞാൻ പറയുന്ന കാര്യം, ഒരുപാട് കൊച്ചു അയ്യപ്പ സംഘങ്ങളുണ്ട്. അവർ തമ്മിൽ മത്സരമാണ്. ഞങ്ങൾ 50 ആളെ കൊണ്ടുപോയി, ഞങ്ങൾ 60 ആളെ കൊണ്ടുപോയി, ഞങ്ങൾ 108 ആളെ കൊണ്ടുപോയി. അതിലാണ് സീനിയോറിറ്റി. നിങ്ങൾ എത്ര ആളെ കൊണ്ടുപോയി എന്നുള്ളതല്ല,
എത്ര പേർക്ക് അയ്യപ്പ ദർശനം ഉണ്ടായി? പലരും പറഞ്ഞു ഞാൻ 60 വർഷമായി ശബരിമലയ്ക്ക് പോകുന്നു, 70 വർഷമായി ശബരിമലയ്ക്ക് പോകുന്നു. ഈ പോക്കുവരവിന്റെ സീനിയോറിറ്റി അല്ല ശരിക്കുള്ള സീനിയോറിറ്റി. അങ്ങോട്ട് പോയി അയ്യപ്പ ദർശനം എടുത്ത് തിരിച്ചിറങ്ങി വരുമ്പോൾ കാണുന്നതെല്ലാം അയ്യപ്പനാണെന്ന് തോന്നിയോ? എങ്ങും നിറഞ്ഞ പൊരുളേ നമ്മൾ ശരണം വിളിക്കും. എൻ്റെ അകത്തും പുറത്തുമുള്ളത് അയ്യപ്പ ചൈതന്യമാണെന്ന് ബോധിച്ചു. ഇതുണ്ടെങ്കിൽ ദർശനം പൂർണ്ണമായി. ഇല്ലെങ്കിൽ എല്ലാ വർഷവും പ്രൊജക്റ്റാണ്. ഇപ്പോഴൊക്കെ പോകുന്ന പറഞ്ഞാൽ സ്പിരിച്വൽ പിക്നിക്കാണ്. ഗവൺമെന്റിന് അത് മുതലെടുക്കണില്ല. സ്പിരിച്വൽ ടൂറിസം എന്നാ പറയുക. ഇത് ടൂറിസമാണ്. വിനോദയാത്രയാണോ തീർത്ഥയാത്ര? ഇത് രണ്ട് വഴിക്കാണ്. പക്ഷെ ഗവൺമെന്റിന് കാശ് വേണം. ഇപ്പൊ സ്പിരിച്വൽ പിക്നിക്കായിട്ട് മാറി തുടങ്ങി തീർത്ഥയാത്രകൾ. മിക്കവാറില്ല ഓടിപ്പോവും, അവിടെ പോവും, ഒരു ദിവസം കൊണ്ട് ചെല്ലും, 2 ദിവസം കൊണ്ട് അവിടെ പോവും, സന്നിധാനത്ത് പോയിട്ട് ചുണ്ടും കുറിപ്പിച്ച് ഒരു സെൽഫി എടുക്കും, ഫേസ്ബുക്കിലിടും, കഴിഞ്ഞു, പ്രൊജക്ട് കംപ്ലീറ്റ്. തിരിച്ചു വരുമ്പോൾ വീട്ടിലേക്ക് വിളിച്ച് പറയും, ഇതാ ഞാൻ ഇത്ര മണിക്ക് എത്തിട്ടോ, എന്താ സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചോളൂ. പ്രൊജക്ട് കംപ്ലീറ്റ്. 41 ദിവസം വ്രതം എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ ഒരു ആധ്യാത്മിക സംസ്കാരം ഉണ്ടാവും. 21 ദിവസം വരും. ഒരു കാര്യം 21 ദിവസം ഒരേപോലെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വഭാവമായിട്ട് മാറാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ 41 ദിവസം കൊണ്ട് കിട്ടുന്ന ഒരു ആധ്യാത്മിക സംസ്കാരം നമ്മുടെ ഉള്ളിലെ പവറാണത്. അതിനെ തിരിച്ചു വരുമ്പോൾ വഴിയിൽ ഉപേക്ഷിച്ച് വരികയല്ല വേണ്ടത്. അതിനെ തിരിച്ചു വന്നാൽ ഈ മുദ്ര ഊരി വെച്ചാലും അയ്യപ്പ സ്വാമിയെ ധ്യാനിച്ചുകൊണ്ടില്ലേ, നമ്മുടെ ഉപാസനമൂർത്തിയാണോ ധ്യാനിച്ചുകൊണ്ട് ആ ശക്തിയെ വീണ്ടും വളർത്തി കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഇതെന്നും കെട്ടിയിട്ട പോലെ അവിടെ തന്നെ നിൽക്കുള്ളൂ. ഇതാണ് തീർത്ഥയാത്രയുടെ ലക്ഷ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പൊ എന്തൊക്കെയാണ്? ഗുരുസ്വാമിമാര് തമ്മിൽ സ്പർദ്ധ, ഈഗോ ഇഷ്യൂസ് ആണ് പല സ്ഥലത്ത്. ഇവിടെ ഒരു സ്ഥലത്ത് ഒരു അയ്യപ്പ പൂജ നടന്ന അവിടെ നിന്നേക്കാൾ കുറച്ച് ഗംഭീരമായിട്ട് അവിടെ ഇവിടെ ഒരു സെറ്റ് തായം പറഞ്ഞു, ഞങ്ങൾ 2 സെറ്റ് നടത്തും. പിന്നെ പടക്കം പൊട്ടിക്കൽ, കരിമരുന്ന്, എന്തെല്ലാം വിധം വേണ്ടാത്ത ധൂർത്ത്, ശരിക്കും പറഞ്ഞാൽ ധൂർത്ത്. അത്യാവശ്യം വേണ്ട ആചാരങ്ങളൊക്കെ നടത്താം. നമ്മൾ ആലോചിക്കും, നമ്മൾ ധൂർത്ത് ചെയ്യുമ്പോൾ നമ്മൾ അധ്വാനിച്ച പൈസയാണ് വെറുതെ കൊണ്ടുപോയി കളയുന്നത്, കത്തിച്ച് കളയുന്നത്. ആചാരത്തിന് വേണ്ടതൊക്കെ ആവാം, അനാവശ്യമായിട്ട് അതിസർവത്ര വർജ്ജയെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരോടെ നമ്മൾ മത്സരിക്കുന്നത്? ഇതാണോ ഭക്തി വേണ്ടത്? നമ്മളുടെ സമയം ഏറ്റവും വിലപിടിച്ചതാണ് സമയം. നമുക്കൊക്കെ അനുവദിച്ച ഒരു സമയമുണ്ട് ഈ ഭൂമിയിൽ. ഞങ്ങൾ ക്ലാസ്സിൽ മണിക്കൂറുകൾ കണക്കൂട്ടി കാണിച്ചു കൊടുക്കും. ഇത്ര മണിക്കൂർ ഒരു മനുഷ്യൻ ഭൂമിയിൽ 100 വർഷം ജീവിച്ചാൽ പോലും നമുക്ക് കിട്ടുന്നത് എത്ര 3 ലക്ഷത്തി ചില്ലാനും മണിക്കൂറുകളാണ് കണക്കൂട്ടി കഴിയുന്നത്. അതിൽ തന്നെ നമ്മൾ 50 വർഷം 60 വർഷമൊക്കെ ജീവിച്ചു കഴിഞ്ഞു. ബാക്കി 10-15 കൊല്ലം 1/3 നമ്മൾ ജീവിക്കുന്നുള്ളൂ. അപ്പൊ 5 വർഷം, അതിൽ എത്ര മണിക്കൂർ നമ്മൾ ഉണർന്നിരിക്കേണ്ടത്? ഇതേ നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഈ ജീവിതത്തിൽ എവിടെ എത്തിക്കണം? ഇന്നിപ്പോ രാവിലെ എൻ്റെ ഓഫീസിൽ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ്, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കല്യാണം അറ്റൻഡ് ചെയ്തിട്ട് വരികയാണ്. വരുന്ന വഴിക്ക് എൻ്റെ ഓഫീസിലെ ഒരാൾ, അദ്ദേഹം ശബരിമലയ്ക്ക് പോകുന്ന ആൾ, എല്ലാ വർഷവും പോകും. പക്ഷെ ഓഫീസ് എൻ്റെ തൊട്ടപ്പുറം ഇരിക്കുന്ന ആള്, പുള്ളിയുടെ ഓഫീസിൽ തന്നെ ബാർ അറ്റാച്ചഡാണ്. ഡ്രോയിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, ബോട്ടിലും കുപ്പിയും. ഫയലെടുത്ത് ഇങ്ങനെ നോക്കുന്നിടത്ത് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും. ഞാൻ എനിക്ക് എന്തിനാ സാധിക്കണം, ഇതും കൂടി ഇല്ലെങ്കിൽ ഞാൻ പണ്ടേ തീർന്നു പോയി. ഇതാണ് പുള്ളിയുടെ ന്യായം. അദ്ദേഹം മരിച്ചു. നല്ലൊരു ജീവിതം, നല്ല ബുദ്ധിയുള്ള മനുഷ്യൻ, അയ്യപ്പസ്വാമിയുടെ ഭക്തനാണ്. പക്ഷെ ഈ പോയി വന്നതിനെ 41 ദിവസമാണ്, ഒരു കുഴപ്പമില്ല. പോയി വന്നു കഴിഞ്ഞ് എന്തുകൊണ്ട് ആ ശക്തിയെ ഉപയോഗപ്പെടുത്തുന്നില്ല? അവിടെയാണ് നമ്മുടെ പ്രശ്നം. ഇവിടെയൊക്കെ ഗുരുസ്വാമിമാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട്. നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരെ ഉപദേശിച്ചു കൊടുക്കണം. എങ്ങനെ ആത്മീയമായ ശക്തി സംഭരിച്ചു വെക്കാം, അതിനെങ്ങനെ ഉപയോഗപ്പെടുത്താം. ഈ ആത്മീയ ശക്തിക്ക് ഒരു ഗുണമുണ്ട്. അതിനെ നമ്മൾ എത്രത്തോളം പ്രയോജനപ്പെടുത്തുന്നു അത്രത്തോളം നമ്മളെ സപ്പോർട്ട് ചെയ്യും. തുടക്കത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഭാഗവതം വായിക്കുന്നവർക്കറിയാം, ഭഗവാൻ കുട്ടിയായിരുന്നപ്പോഴേ അസുരന്മാർ വന്നിട്ടുള്ളൂ. ഭഗവാൻ വലുതായപ്പോൾ അസുരന്മാരൊന്നും വന്നിട്ടില്ല. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മളുടെ ഉള്ളില് ആധ്യാത്മിക ഭാവം ഉണരുമ്പോൾ ഉണ്ണിക്കണ്ണൻ വരുന്ന സമയത്ത് അതിനെ എതിർക്കുന്ന പ്രതിലോമ ശക്തികൾ, ആസുരിക ശക്തികൾ ഒരുപാടുണ്ടാവും. അത് നമ്മളുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മൾ ഭഗവാനെ കൂട്ടുപിടിക്കണം, സംരക്ഷിച്ച് നിർത്തണം. ഭഗവാൻ വളർന്നു കഴിഞ്ഞാൽ അസുരന്മാരെ കൊല്ലൽ മൂപ്പര പരിപാടിയാണ്. പിന്നെ നമ്മളൊന്നും അറിയണം. ആ തുടക്കത്തിൽ പതറി പോകാൻ പാടില്ല. ഇതൊരു ഭക്തന്റെ ഉത്തരവാദിത്തമാണ്. ഈ ആധ്യാത്മിക ശക്തിയെ സമൂഹത്തിലേക്ക് പ്രയോജനപ്പെടുത്തുന്നതും നമുക്ക് വിധികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏറ്റവും വലിയ വിധി എന്ന് പറയുന്നത് അവനവൻ തന്നെ ഏറ്റെടുക്കേണ്ട വിധിയാണ്.
ഇവിടെ നമ്മൾ അയ്യപ്പ സംഘങ്ങളെ കേന്ദ്രീകരിച്ച് പറയുകയാണെങ്കിൽ ഗുരുസ്വാമിമാര് ഏറ്റെടുക്കേണ്ട വിധിയാണ്. അവർ ശാസ്ത്രം പഠിക്കണം, ബാക്കിയുള്ള അയ്യപ്പന്മാർക്ക് പറഞ്ഞു കൊടുക്കണം. അവർ ഗുരു ആവണം. പേരിൽ ഗുരുസ്വാമി, ഈ മിസ്റ്റർ ശ്രീ എന്നൊക്കെ എഴുതുന്ന പോലെ ഗുരുസ്വാമി ആയാൽ പോരാ, അവർ ഗുരു ആയിരിക്കണം. ആധ്യാത്മികമായ ശാസ്ത്രം പഠിക്കണം, കൂടെയുള്ളവർക്ക് വഴി കാണിക്കണം, ശാസ്ത്രത്തിന്റെ വെളിച്ചം നൽകണം. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഈ പറഞ്ഞു തന്നിരിക്കുന്ന ശാസ്ത്രങ്ങളെ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഓരോ ഹിന്ദുവിന്റെയും ഉത്തരവാദിത്തമാണ്. പഞ്ചമഹായജ്ഞങ്ങളിലെ ആദ്യത്തെ യജ്ഞം പറഞ്ഞിരിക്കുന്നത് ഋഷിയജ്ഞം, ബ്രഹ്മയജ്ഞം എന്നാണ്. പഠിക്കുക, അവർ നമുക്ക് തന്നിരിക്കുന്ന ഉപദേശങ്ങളെ പഠിക്കുക, പ്രചരിപ്പിക്കുക ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ പഞ്ചമഹാപാപങ്ങളിൽ ഒരു പാപമാണ്. ഈ പാപമാണോ നമ്മൾ ചെയ്യുന്നത്, അതോ ഞാൻ യജ്ഞം ചെയ്യണം? വളരെ എളുപ്പമല്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പൊ പഠിക്കാം. ഈ യൂട്യൂബ് നോക്കി അവിടെ നോക്കി തോണ്ടിയിരിക്കുന്ന നേരം കൊണ്ട് യൂട്യൂബിൽ നിന്ന് നല്ല സത്സംഗങ്ങൾ കിട്ടാണ്ട്, നല്ല നല്ല സ്വാമിമാരുടെ അത് കേൾക്കുക, പഠിക്കുക, കുറേയൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. എവിടെയെങ്കിലുമൊക്കെ അത് കയറി ക്ലിക്കാവും. കാരണം നമ്മളുടെ ഉള്ളിലെല്ലാം ഉള്ളത് ആത്മബോധമാണ്. എല്ലാവരും ആത്മാവാണ്. അവനവനെ കുറിച്ചാണ് ഈ ശാസ്ത്രം പറയുന്നത്, അല്ലാതെ പുസ്തകത്തിലെ ശാസ്ത്രമല്ല. നമ്മളിപ്പോൾ ഫിസിക്സോ കെമിസ്ട്രിയോ പഠിക്കുക, ജൂൾസ് ലോ പഠിച്ചു, ന്യൂട്ടൺസ് ലോ പഠിച്ചു, മാർക്ക് വാങ്ങാൻ പഠിച്ചു. ആധ്യാത്മിക ശാസ്ത്രം ഞാൻ എന്താണെന്ന് പറഞ്ഞിരുന്നത്, എന്നെ കുറിച്ചാണ് ഓരോ പുസ്തകവും പറയുന്നത്. ഈ ബോധം ഉണ്ടായാൽ നമുക്ക് പുസ്തകവും വായിക്കാൻ ഒരു മടിയുണ്ടാവില്ല. ഗുരുസ്വാമിമാരുടെ ഉത്തരവാദിത്തമാണ് ഇത് ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളത്. കാരണം വരുന്ന അയ്യപ്പന്മാര് ഗുരുസ്വാമി ആയിട്ടില്ല. അപ്പൊ പോകുന്നതിന്റെ സീനിയോറിറ്റി അല്ല, അറിവിന്റെ വെളിച്ചത്തിൽ വേണം ഗുരുസ്വാമിമാരാവാനുള്ളത്. ഇങ്ങനെ ആയിത്തീർന്ന ഗുരുസ്വാമിമാര് പരസ്പരം പോരടിക്കില്ല, എല്ലാവരും കൂടി ഒന്നാവും. ഇന്നിപ്പോ ഈ അയ്യപ്പ സംഗമം എന്ന പേര് കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നി. ഞങ്ങളുടെ അവിടെയൊക്കെ കല്യാൺ ഭാഗത്ത് ഈ ബിൽഡിങ്ങിലൊരു അയ്യപ്പ പൂജ, ഈ ബിൽഡിങ്ങിലൊരു അയ്യപ്പ പൂജ, പരസ്പരം മത്സരമാണ്. ഈ മത്സരങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാവരും കൂടി ചേർന്ന് ഒത്തു, നമ്മള് എല്ലാവരും കൂടി ഒന്ന് ഒത്തുചേരണമെങ്കിൽ ശബരിമലയിൽ വേറെ സ്ത്രീ പ്രവേശനം വിഷയങ്ങളൊക്കെ വരണം. അപ്പൊ എല്ലാവരും കൂടി ഒത്തുചേർന്ന് ഒന്ന് നാമം ചൊല്ലും. ഇപ്പൊ സ്വർണ്ണപ്പാളി കട്ടുകൊണ്ടുപോയി നമ്മൾ എല്ലാവരും കൂടി ഓടി ചേർന്ന് ഒന്ന് നാമം ചൊല്ലി കഴിഞ്ഞു. നമുക്ക് യോജിക്കാൻ അറിയായിട്ടില്ല, പക്ഷെ ആരെങ്കിലൊക്കെ ഉന്തിത്തള്ളി വിടണം. ഇതെന്ത് സ്വന്തമായിട്ട് ചെയ്തോടെ? ഇവിടെയാണ് ഗുരുസ്വാമിമാരുടെ കഴിവ് വേണ്ടത്. ഗുരുസ്വാമിമാർ ഒന്നിച്ചാൽ അയ്യപ്പന്മാർ ഒന്നിക്കും. ഈ വിഭജിച്ച് നിൽക്കുന്ന ഡിവിഷൻ ഈസ് എ വയലൻസ് എന്നുള്ള സ്വാമി വിവേകാനന്ദ തന്നെ പറഞ്ഞു, വിഭജിച്ച് നിൽക്കുന്നത് തന്നെ അക്രമമാണ്, ചെയ്യാൻ പാടില്ല. ഒരേ തത്വത്തിൽ ഇത് നമ്മൾ എവിടെ കാണും? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം നോക്കൂ. രാഷ്ട്രീയത്തിന് ആ പാർട്ടിയുടെ ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ എല്ലാവരും ഒത്തുകൂടും അവിടെ. പക്ഷെ എന്തുകൊണ്ട് അത് ഭക്തിയുടെ കാര്യത്തിൽ നടക്കണില്ല? നമുക്ക് ഒത്തുകൂടാനുള്ള കഴിവുണ്ട്, അവനവന്റെ ഈഗോ വിട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്, പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. അവിടെയാണ് നമ്മുടെ പ്രശ്നം വരുന്നത്. ഈ ഒരു ഒത്തുകൂടൽ ചേർന്ന ഗുരുസ്വാമിമാരുടെ ഉത്തരവാദിത്തമാണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഉത്തരവാദിത്തം നമ്മൾ ഈ വഴിക്ക് നയിക്കുന്ന ഉപാസ്യ ദേവതമാരെ ആരാധിക്കൽ തന്നെയാണ്. ദേവപൂജ, ദേവയജ്ഞം, ക്ഷേത്രങ്ങളെ സംരക്ഷിച്ചു നിർത്തുക, അവിടുത്തെ ആചാരങ്ങൾ സംരക്ഷിക്കുക, അതിനെ പരിപോഷിപ്പിക്കുക, അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. കാരണം ക്ഷേത്രത്തിലെ പൂജാരിമാർ നമ്മൾ കൊടുക്കുന്ന ദക്ഷിണ കൊണ്ടും ഈ കമ്മിറ്റിക്കാർ കൊടുക്കുന്ന ശമ്പളം കൊണ്ടും ഒക്കെ വേണം അവർ ജീവിക്കാൻ. ഈ കാലത്ത് അതൊന്നും അത്ര വലിയ പൈസ, ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിലൊക്കെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ നമുക്കൊക്കെ അറിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ദേവയജ്ഞം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മൾ എപ്പോഴും തളർന്നിരിക്കുമ്പോൾ നമുക്ക് ആലോചിച്ചാൽ, ഞാൻ ഇങ്ങനെ തളർന്നിരുന്നാൽ ശരിയായി, എനിക്ക് വലിയ കുറെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഒന്നുമില്ല. കുറെ വായു ഞാൻ ഈ മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്നില്ലേ, കുറെ വെള്ളം ഞാൻ എടുത്ത് കുടിക്കുന്നില്ലേ, ഈ ശരീരം ഞാൻ ജനിച്ചെന്ന് മുതൽ ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, ഇതിനൊക്കെ എന്തെങ്കിലും ഒരു ഉപകാരം വേണ്ടത്. ഇങ്ങനെ നമ്മളൊന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ ഇരിക്കപ്പുറത്ത് ഉണ്ടാവും. പിന്നെ നമ്മൾ നല്ല കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങിത്തിരിക്കും. അതിന് ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ കൂട്ടുപിടിക്കും, നല്ല സംഘടനകളെ കൂട്ടുപിടിക്കും, ആശ്രമത്തിനെ കൂട്ടുപിടിക്കും. ചെയ്യുന്ന കർമ്മങ്ങൾ നല്ലതാണോ, നിസ്വാർത്ഥമാണോ, നിഷ്കാമമാണോ? ഇതാണ് നോക്കാനുള്ളത്. അടുത്തത് പറഞ്ഞു തന്നിരിക്കുന്നത് പിതൃക്കളെ ആരാധിക്കാനാണ്. പിതൃക്കളെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ മരിച്ചുപോയവരുടെ ഫോട്ടോ വെച്ച് ചന്ദനത്തിരി കത്തിക്കാൻ മാത്രമല്ല പറഞ്ഞത്. പല വീട്ടിലും പോയി നോക്കിയ ഫോട്ടോ ഒന്ന് തുടച്ചു നോക്കണം, ഇതാരതാണ് എന്നറിയാം. അതല്ല ശരിക്കും പിതൃയജ്ഞം എന്ന് പറഞ്ഞത്. പിതൃയജ്ഞത്തിന്റെ ശരിയായ അർത്ഥം ഈ തർപ്പണം ശ്രാദ്ധമൊക്കെ വെച്ചു ഒക്കെ ആചാരം അതിൽ നടന്നു പോയിക്കോട്ടെ, അതിനൊന്നും ആരും എതിര് പറയണ്ട. അത് ഓരോരുത്തരും അവനവന്റെ വിശ്വാസപ്രകാരം നടത്തട്ടെ. യഥാർത്ഥത്തിലെ പിതൃയജ്ഞം എന്താണ്? നമ്മൾക്ക് കാരണന്മാരായിട്ട് നമ്മുടെ കുടുംബത്തിൽ പറഞ്ഞു തന്നു വന്നിരിക്കുന്ന ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്. അവർ തുടങ്ങി വെച്ച സൽക്കർമ്മങ്ങളുണ്ട്, അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പിതൃയജ്ഞം. ഇന്നിപ്പോ ഞാൻ വന്നപ്പോൾ ഈ സ്കൂളിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്
എനിക്ക് പറഞ്ഞു തന്നത്. ഈ സ്കൂളിൽ പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ഇത് തുടങ്ങിയത് എന്നുള്ള. അതൊരു വലിയ കാര്യമല്ലേ, ഒരു സ്കൂൾ തുടങ്ങി വെക്കുക, എന്നിട്ട് സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന വിധത്തിൽ കൊണ്ടു നടക്കുക. അതൊക്കെ പിതൃയജ്ഞത്തിൽപ്പെട്ടാണ്. എവിടുന്നോ കിട്ടിയ ഒരു സംസ്കാരം അദ്ദേഹം പ്രാവർത്തികമാക്കി. നമുക്കൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ കുടുംബത്തിലെ കാരണന്മാരൊക്കെ നമുക്ക് പലതും പറഞ്ഞു തന്നിട്ടുണ്ട്. അവർ തന്ന സൽക്കർമ്മങ്ങളെ ഏറ്റെടുത്ത് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് പിതൃയജ്ഞമായിട്ട് മാറുന്നത്. പിന്നെയും നമുക്ക് ഈ ഭക്തിയുടെ ശക്തി, ദൈവത്തിന്റെ ശക്തി ഉപയോഗിക്കാൻ പറ്റുന്നത് മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ്. അവശരായവരെ സഹായിക്കല്, ആവശ്യം വേണ്ടവരെ ചെന്ന് സഹായിക്കല്, തിരിച്ചൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. പലപ്പോഴും പലരും സഹായിക്കാൻ ചെല്ലുന്നത് പല സ്വാർത്ഥതകളെയും ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ്. കുറെ കഴിയുമ്പോഴാണ് അവിടെ ചില മതമാറ്റത്തിന്റെ ചിഹ്നങ്ങളും അതൊക്കെ നമ്മൾ കാണാൻ തുടങ്ങുന്നത്. ഹിന്ദുവിന് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഹിന്ദുവിന് നിസ്വാർത്ഥ സേവനം എന്ന് തന്നെയാണ് പറഞ്ഞത്. നമ്മള് നവതാ ഭക്തിയിൽ സേവനം പറഞ്ഞിട്ടുണ്ട്. കാണുന്ന സൃഷ്ടിയെ മുഴുവൻ ഈശ്വര രൂപങ്ങളായി കണ്ട് സേവിക്കാൻ തന്നെ പറഞ്ഞിട്ടില്ലേ. നമ്മൾ യാതൊന്നും കാണുന്നത് അത് നാരായണ പ്രതിമ പറയും. എന്തിനെ കാണണോ ഭഗവാന്റെ രൂപമായിട്ട് തന്നെ കാണണം. നമ്മൾ സപ്താഹത്തിന് പോയിരിക്കുമ്പോൾ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ ഗോവിന്ദ, സർവത്ര ഗോവിന്ദ നാമനം പറയണമെങ്കിൽ സർവത്ര ഗോവിന്ദനെ കാണണം എന്നാൽ തന്നെ പറയുള്ളൂ. പക്ഷെ അതൊരു മുദ്രാവാക്യം പോലെ ആയി പോകുന്നു. പക്ഷെ മനുഷ്യനെ വേണ്ട കാര്യങ്ങൾ നമ്മൾ നിസ്വാർത്ഥമായിട്ട് ചെയ്യാൻ പോകുമ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് നൃയജ്ഞം എന്നുള്ളത്. ഞാൻ അറിഞ്ഞത് ഇന്നിവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടന്നു എന്നാണ് ഈ ആദ്യം വന്നപ്പോൾ തന്നെ അറിഞ്ഞു. അവർക്ക് വേണ്ടി ഒരു നല്ല കയ്യടി എല്ലാവർക്കും കൊടുക്കണം. അറിഞ്ഞ് കയ്യടി പോരട്ടെ, അവർക്കുള്ള കമ്മിറ്റിക്കുള്ള കയ്യടിയാണ്. നല്ലൊരു കാര്യം, എത്ര അഭിനന്ദിച്ചാലും മതിയാവും. ഇങ്ങനെ വേണം നമ്മളുടെ ഈ യൂണിറ്റി, നമ്മളുടെ ഉള്ളിലെ ഈ ഭക്തിയെ സമൂഹത്തിന് പ്രയോജനപ്പെടുത്തേണ്ട ഇത്തരം കാര്യങ്ങൾ കൂടെ തന്നെയാണ്. സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന വിധത്തിൽ ഇപ്പൊ ഒരു നൃയജ്ഞത്തിന്റെ ഒരു ഭാഗം നടന്നു. അന്നദാനം ചെയ്യാം. അന്നദാനം ചെയ്യുന്ന പേര് വിളിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല. എവിടെ അവശത അനുഭവിക്കുന്നുണ്ടോ അനാഥാശ്രമങ്ങളിൽ പോവാം, വൃദ്ധാശ്രമങ്ങളിൽ പോവാം, ഇതുപോലെ മെഡിക്കൽ ക്യാമ്പുകൾ ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യുന്ന സംഘടനകളുണ്ട്, ആശ്രമങ്ങളുണ്ട്. ഞങ്ങൾക്ക് പറ്റില്ല എന്ന് വിചാരിക്കുമ്പോഴാണ് പ്രശ്നം. ഞങ്ങളത് ചെയ്തു നോക്കട്ടെ എന്ന് വിചാരിച്ചാൽ നടക്കും. കാരണം നടത്തുന്നത് നമ്മളല്ല, നമ്മളുടെ ഉള്ളിലെ ശക്തിയാണ്. ഭഗവാൻ തന്നെ പറയുന്നു, നിമിത്ത മാത്രം ഭവ സവ്യസാചി, നീ എൻ്റെ കയ്യിൽ ഉപകരണമായിട്ട് മാറൂ, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. ആ ഉപകരണമായിട്ട് മാറില്ല, ആ സമർപ്പണം മാത്രമേ നമുക്ക് വേണ്ടൂ. അടുത്തത് പറഞ്ഞു തന്നിരിക്കുന്നത് ഈ സൃഷ്ടിയെ മുഴുവൻ സംരക്ഷിച്ചു നിർത്താനാണ്. ഭൂതയജ്ഞം എന്ന് പറയും. പക്ഷി മൃഗാദികളെയും വൃക്ഷലതാദികളെയും സംരക്ഷിച്ചു നിർത്തണം. ഈ എൻവയറൺമെന്റ് പ്രൊട്ടക്ഷൻ, പരിസ്ഥിതി സംരക്ഷണം, ഇതൊന്നും നമുക്ക് വെസ്റ്റേണേഴ്സ് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഋഷിമാർ അവർക്ക് നമുക്ക് പറഞ്ഞു തന്നിട്ടാ പോയിരിക്കുന്നത്. ഈ പ്രകൃതി, സൃഷ്ടിയും സ്രഷ്ടാവും വേറെ വേറെയല്ല. സൃഷ്ടിയെ നോക്കുമ്പോൾ സ്രഷ്ടാവിനെ തന്നെയാണ് നോക്കുന്നത്, സംരക്ഷിക്കുന്നത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മൾ പറയുന്ന പേര് ഭൂതയജ്ഞം. ഈ 5 യജ്ഞങ്ങളും ചെയ്യേണ്ടത് ഒരു ഭക്തന്റെ കടമയാണ്. നമ്മൾ ഭക്തിയിൽ നിന്ന് ആന്തരികമായിട്ട് ആർജിച്ചെടുക്കുന്ന ഈ ഊർജത്തിനെ സമൂഹത്തിന്റെ നന്മയ്ക്കായിട്ട് പ്രയോജനപ്പെടുത്തുന്നത് ഇതിനു വേണം. ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ മനുഷ്യ മനസ്സിന്റെ ബോധമണ്ഡലത്തിന്റെ നികൃഷ്ടമായ തലങ്ങളിൽ നിന്നും ഉത്കൃഷ്ടമായ തലങ്ങളിലേക്ക് എത്തുന്ന ഭക്തിയെ സമൂഹത്തിന് പ്രയോജനപ്പെടുത്തണമെങ്കിൽ പഞ്ചമഹായജ്ഞങ്ങളിലൂടെ മാത്രമേ സാധിക്കൂ. അപ്പോൾ മാത്രമേ നമ്മൾ വ്യക്തിത്വത്തിൽ നിന്ന്, ഈ ഒരു ദേഹത്തിലിരിക്കുന്ന വ്യക്തിത്വത്തിൽ നിന്ന് ഉയർന്ന് വിശ്വവ്യാപകമായിരിക്കുന്ന ചൈതന്യവുമായിട്ട് ലയിക്കുകയുള്ളൂ, ഭഗവാനുമായിട്ട് ലയിക്കുകയുള്ളൂ. അപ്പോഴേ ഞാൻ അയ്യപ്പ ഭക്തനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുവരെ ഞാൻ അയ്യപ്പ ഭക്തനാവാനുള്ള ശ്രമത്തിലാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ ശ്രമം മുന്നോട്ട് നീങ്ങട്ടെ, അതിൻ്റെ ലക്ഷ്യത്തിലെത്തട്ടെ, സമൂഹത്തിന് പ്രയോജനപ്പെടട്ടെ. എല്ലാവരും നമ്മൾ എല്ലാ വ്യക്തിവിരോധങ്ങളും അഹങ്കാരം കാരണമുള്ള വിരോധങ്ങളും എല്ലാം വിട്ട് എല്ലായിടത്തും എല്ലാവരുടെ ഉള്ളിലും അയ്യപ്പ ചൈതന്യം വിളങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഗുരുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം നമഃ ശിവായ.